Hello guys, welcome back to my YouTube channel our family. Our family. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ് അമ്പലത്തിൽ പോവാണ് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും വീഡിയോയ്ക്ക്. കാര്യം വേറെ ഫോണിലാണ് എടുക്കണം അമ്മാമ്മയുടെ. അപ്പോൾ ഇന്ന് ഡേ 2 ആണ് പൂരത്തിൻ്റെ. ഡേ 3 എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡേ 2 ആണ് പൂരത്തിൻ്റെ. കുക്കിംഗ് ആണ് ഗൈസ്. ഞാൻ അമ്പലത്തിൽ പോവാണ്. 10:44 11:30 ആകുമ്പോഴേക്കും വന്നിട്ട് വേണമെങ്കിൽ പഠിക്കാനിരിക്കാൻ. ഇപ്പോൾ ഡേ 2 പ്രത്യേകിച്ചൊന്നുമില്ല. വൈകിട്ട് അവിടെ അമ്പലത്തിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. ഓക്കെ ഗൈസ്, പോയിട്ട് വരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ഞാനത് പറഞ്ഞൂലേ. അതെ ഗൈസ്, അപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്. എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം, പഠിക്കണം. മറ്റന്നാ പരീക്ഷയാണ്. നാളെ പൂരം. നാളെ എന്തെങ്കിലും പഠിക്കില്ല. അപ്പോൾ ഇന്നിരുന്ന് പഠിക്കും. നാളെ പൂരമാണ് ഗൈസ്. ഞങ്ങളുടെ മഴ ആയതുകൊണ്ട് ഈ ഡ്രസ്സ് ഇട്ടതാണ്. അപ്പോൾ അതിട്ടപ്പോൾ ചൂടെടുക്കണം, മഴ പെയ്യാണ്ട്. ലിപ്സ്റ്റിക് ഒന്ന് ഇങ്ങനെ ചെയ്യണം, മറ്റേതൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് പരിപാടി ഇല്ലാന്ന് ഗൈസ്, ചൊവ്വാഴ്ചയാണ്. അപ്പോൾ പിന്നെ പെട്ടൂന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയിട്ട് കുറേ നേരം അവിടെ ഇരിക്കും, കുറച്ച് നേരം അവിടെ ഇരിക്കും. ഇന്ന് വൈകിട്ട് ഊട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഫുഡുണ്ട്. സന്തോഷമായി, ഫുഡുള്ളതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവും, അറിയില്ല. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കണം. മാക്സിമം ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ്ടിരിക്കാൻ നോക്കും. അപ്പോൾ എനിക്ക് സിമ്പിൾ എഡിറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനാണ് മടി എഡിറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് എഡിറ്റ് ചെയ്യണം. കുറേ നാളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഷോർട്സ് ഇപ്പോൾ ഇടാറുണ്ട്. ഏതെങ്കിലും ഒന്നും എനിക്ക് ഇടാൻ പറ്റുള്ളൂ. കാര്യം ഇപ്പോൾ എക്സാമാണ്. എക്സാമിൻ്റെ ഇടയിൽ ഈ പൂരവും വീഡിയോയും എല്ലാം കൂടിയായിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഈ ലിപ്സ്റ്റിക് അടിയിൽ മാത്രം കൂടുതലായിട്ട് മുകളിലൊന്നുമില്ല ഗൈസ്. പിന്നെ എൻ്റെ മാമന് ഇത് കിട്ടി, ബെസ്റ്റ് പ്ലെയർ ഇൻ തൃശ്ശൂർ. അതാണെന്ന് തോന്നുന്നു. ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം. അതിനെന്തോ കിട്ടി. ആൻറ്റി വരും ഗൈസ്, ആൻറ്റി വരും. അപ്പോൾ നമുക്ക് ആൻറ്റി വരുമ്പോൾ കാണാം. നല്ല ആൻറ്റി വരുമ്പോൾ ഞാൻ കാണിച്ചു തരും. അപ്പോൾ ആൻറ്റീനെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല. ഒരു വീഡിയോയിൽ ആൻറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ആ വീഡിയോ ഡിലീറ്റായി പോയി. അപ്പോൾ പിന്നെ ആ വീഡിയോ ഇടാൻ പറ്റില്ല. ആൻറ്റിയെ കാണിച്ചിട്ട് മാമനെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോയിൽ. അപ്പോൾ എൻ്റെ 11ാമത്തെ ബർത്ത്ഡേക്ക് ശരിക്കും എല്ലാവരും വരും. പക്ഷേ ഞങ്ങൾ 11ാമത്തെ അങ്ങനെയൊന്നും ആഘോഷിച്ചില്ല. ഭയങ്കര വലിയ ഇതൊന്നായിട്ട് ആഘോഷിച്ചില്ല, ചെറുതായിട്ട് ആഘോഷിച്ചു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവരും കാണാമായിരുന്നു. അമ്മായിനെ കണ്ടിട്ടുണ്ട്. അതൊന്നൊരു പേര് വെളിയുടെ ടൈമിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മായിനെ. ഇത് ആൻറ്റി മാമനാണ്. എന്തായാലും ഇന്ന് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ കാണിക്കാം. ഋഷികയുടെ വീഡിയോസ് കുറേ സംസാരിക്കാനുണ്ട്. കുറേ നാളായി ഞാൻ വീഡിയോ എടുത്തിട്ട്. ഋഷിക അവിടെ വീഡിയോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം മാമൻ ആൻറ്റീനെ. അപ്പോൾ ഗൈസ് ഞാൻ പഠിക്കാൻ പോവാണ്. Oh my god. പോയിട്ട് ബുക്ക് എടുത്തുണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പോൾ ബുക്ക് എടുക്കട്ടെ ഗൈസ്, എന്നിട്ട് വേണം നമുക്ക് പഠിക്കാൻ. സോഷ്യലാണ് പഠിക്കേണ്ടത്. സോഷ്യൽ ബുക്ക് എടുത്തിട്ട് വരാം. ഗൈസ് നമുക്ക് പഠിക്കാം. നാവ് ആൻഡ് സോഷ്യൽ പേപ്പർ ഗൈസ്. 10-7. എൻ്റെ ക്ലാസ്സിൽ സോഷ്യൽ എല്ലാവർക്കും 8 ആർക്കും കിട്ടിയിട്ടില്ല. എനിക്ക് 7 ഉണ്ട് ഗൈസ്. 7 വരെ പോയിട്ടുള്ളൂ, അതിന് മുകളിലേക്ക് പോയിട്ടില്ല. അമ്മ പറഞ്ഞു കുഴപ്പമില്ല, 8 വാങ്ങാറുണ്ട്. കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് പഠിക്കാം. അപ്പോൾ എൻ്റെ സോഷ്യൽ ബുക്ക് ഞാൻ വളരെ ബുദ്ധിയുള്ളത് കൊണ്ട് സെക്കൻഡ് പാർട്ട് എടുത്തു. ഫസ്റ്റ് പാർട്ടിൽ ഒരു പാഠം എനിക്കതുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് ക്ലാസ് കേൾക്കാം, പാഠം എന്താണെന്ന് മനസ്സിലാക്കണം. എനിക്ക് ബുക്ക് തൊടാത്തതുകൊണ്ട് പിന്നെ ഒന്നും അറിയില്ല. നമുക്കത് ക്ലൈമറ്റിക് റീജിയൻ പഠിക്കാം.
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ടീച്ചർ, എൻ്റെ ആഗ്രഹമാണ് ടീച്ചർ ആവുന്നത്, നിങ്ങളുടെ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലൈമറ്റിക് റീജിയൻ? എന്താണ് ക്ലൈമറ്റിക് റീജിയൻ? പിക്ചറിൽ ഡൈവേഴ്സിറ്റി എക്സ്റ്റേർട്സ് നോട്ട് ഓൺലി എന്താണിത്? ഞാൻ പറഞ്ഞുതരാം. ക്ലൈമറ്റിക് റീജിയൻ എന്താണ് ഞാൻ പറഞ്ഞുതരാം. റീജിയൻ ഓൺ ദി എർത്ത് സർഫേസ് ദാറ്റ് ഷെയർ ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമറ്റിക് കാരക്ടറിസ്റ്റിക്സ് ആർ നോൺ ആസ് ക്ലൈമറ്റിക് റീജിയൻ. അപ്പോൾ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ റീജിയൻ ഓൺ ദി എർത്ത്, എർത്തിലുള്ള ഒരു റീജിയനിൽ സർഫേസ് ദാറ്റ് ഷെയർ ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമറ്റ്, സിമിലർ ആയിട്ടുള്ള ക്ലൈമാറ്റ് കാരക്ടറിസ്റ്റിക്, സിമിലർ ആയിട്ടുള്ള ക്ലൈമാറ്റ് ഓൾമോസ്റ്റ് ഷെയർ ചെയ്യുന്നതിനാണ് നോൺ ആസ് ക്ലൈമറ്റിക് റീജിയൻ. മനസ്സിലായി? റീജിയൻ ഓൺ ദി എർത്ത് സർഫേസ് ദാറ്റ് ഷെയർ ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമറ്റിക് കാരക്ടറിസ്റ്റിക് ആർ നോൺ ആസ് ക്ലൈമറ്റിക് റീജിയൻ. മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, യൂസ്ഫുൾ ആയിന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യണം. കമൻറ്റിൽ നിങ്ങൾ ചെയ്യണം മനസ്സിലായി എന്ന് പറഞ്ഞിട്ടൊരു തംസപ്പും ഒരു ഹാർട്ടും. ഓക്കെ, ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ അതിൽ കമൻറ്റ് ചെയ്യും. ഇത് പിക്ചർ പൈജിൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. വണ്ടി പോട്ടെ. പൈജിൻസ് ഗെറ്റ്സ് റെഡി ടു ഹണ്ട് ഹോട്ട് ആൻഡ് റെയിനി ലാൻഡിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. പൈജിൻസ് ആണ് പിക്നീസ് ആണ്. അതൊന്ന് നോക്കിയാലും എന്തെങ്കിലും പൈജിൻസ് അല്ലെങ്കിൽ പിക്നീസ്, പൈജിൻസ് ആണോ പൈജിൻസ്? അപ്പോൾ പൈജിൻസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഗെറ്റ് റെഡി ടു ഹണ്ട്. അവർ ഹണ്ട് ചെയ്തിട്ടാണ് ഫുഡ് നമുക്ക് അത്യാവശ്യം അതാണ്. ജീവിക്കാനുള്ള ഒരു സ്ഥലവും ഫുഡും വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സും ഉണ്ടെങ്കിൽ ഡ്രസ്സ് വേണമെങ്കിൽ ഈ 3-4 സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം എർത്ത്, അതായത് പ്രകൃതി. ഇവിടെ നന്നായിട്ട് പ്രകൃതി, കുറേ തെങ്ങിൽ കിളികളും കുറേ വാഴയും മയിലും കാട്ടുപോത്തില്ല പന്നിയും കുറുക്കനും കോഴിയും എല്ലാം ഉണ്ട്. ഇവിടെ പട്ടികളുണ്ട്, പൂച്ചകളുണ്ട്, വണ്ടുണ്ട്. അയ്യോ പറഞ്ഞിട്ട് വളർന്നു ഒന്ന് പോയിട്ട് മറ്റേ സാധനം കടന്നിലൊക്കെ എണീച്ചു അതുണ്ട് ഇവിടെ എല്ലാം. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഫുഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഫുഡും വെള്ളം. അവർക്ക് ഫുഡ് കിട്ടുന്നത് ഇവർ കാട്ടിൽ വെച്ചിരിക്കണം, നമ്മളെ പോലെ സിറ്റിയിലുമല്ല. കാരണം സിറ്റിയില്ല എന്നാലും ഇങ്ങനെ നമുക്ക് ഇവിടെ കടകളൊക്കെ ഉണ്ട്, അവർക്ക് അതില്ല. അപ്പോൾ അവർക്ക് ഫുഡിന് വേണ്ടി അവർ റെഡി ടു ഹണ്ട് ചെയ്തിട്ടാണ് അവർ ഫുഡ് കഴിക്കാം. യൂസ്ഫുൾ ആവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി? ഓക്കെ ഗൈസ്, അപ്പോൾ കോംപ്ലക്സ് അല്ല വേറെ എന്താണ് ഇരിക്കും കോംപ്ലിക്കേഷൻ മറ്റേ സലി കൽക്കി സിമ്പലത്തെ സമയം കോംപ്ലക്സ് അല്ല തോന്നുന്നത്, അറിയാം. അവരുടെ ഫുഡ് വേറെ 100 മീറ്റും ഗ്യാതേർഡ് ഫുഡാണ്. അവരുടെ ഏറ്റവും വലിയ ഫുഡായിട്ടുള്ളത് പെസാവ ടാപ്പിയോക്ക, നമ്മുടെ ഇവിടെ ഉള്ളതാണ്. പിന്നെ 100 മീറ്റും ആൻഡ് ഗ്യാതേർഡ് ഫ്രൂട്ടും ആണ്. പിന്നെ അവർ ധരിക്കുന്ന വസ്ത്രം ഞാൻ പറഞ്ഞ ഡ്രസ്, അപ്പോൾ അതായിട്ട് വയറും ഗിയർ സ്കിന്നും ലീഫ് ആസ് ക്ലോത്തും ആണ് അവർ ധരിക്കുക. പിന്നെ അവരുടെ വീടൊക്കെ ബിൽഡ് ചെയ്തേക്കുന്നത് സെമി സർക്കുലർ ഹൗസസ് ഔട്ട് ഓഫ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ആൻഡ് ബോർഡർ ലീവ്സ്. അവരുടെ ഹൗസ് സെമി സർക്കുലർ ഹൗസ് ആണ്, ഔട്ട് ഓഫ് ബ്രാഞ്ചസ്. പിന്നെ ബ്രാഞ്ചസ് കൊണ്ട് ആണ് ഉണ്ടാക്കിയത്. പിന്നെ ബോർഡർ ഓഫ് ലീവ്സിന്റെ ബോർഡർ ഒക്കെ വെച്ചിട്ടാണ്. പിന്നെ ലെറ്റ്സ് us see some peculiar features of Congo basins in Africa where pygmies mainly dwell. അപ്പോൾ അത് എന്തായാലും പഠിച്ചിരിക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ വീഡിയോയാണ് പൈജൻസ് നിൽക്കുന്ന സ്ഥലം ഇതാണ്, കോങ്കോ ബേസിൻസ് ഇൻ ആഫ്രിക്ക. പൈജൻസ് നിൽക്കുന്ന സ്ഥലം കോങ്കോ ബേസിൻസ് ഇൻ ആഫ്രിക്ക. അപ്പോൾ കുറച്ച് പോയിന്റ് പഠിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഷുവർ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ഞങ്ങൾക്ക് മിഡ് ക്വസ്റ്റ്യൻ ആണ്. അരമാർക്കായി പോയി സ്പെയിൻ കുറച്ച് എഴുതാത്ത. അപ്പോൾ ഹൈ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദി ഇയർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. രാവിലെ നല്ല വെയിലും നല്ല തണുപ്പും ഇതൊക്കെ ഉള്ള ടൈമിൽ അത് ഉച്ചയ്ക്ക് ശേഷം ഡെയിലി ആഫ്റ്റർനൂൺ ഷവർ എന്താ പറഞ്ഞിട്ടാണ്, ഡെയിലി ആഫ്റ്റർനൂൺ ഷവർ എന്താ മഴ, ഷവറല്ല വീട്ടിൽ ഷവറല്ല, ആഫ്റ്റർനൂൺ ഷവർ മഴ. അതിൻ്റെ ഒപ്പം വളരെ ഇടിമിന്നലും ലൈറ്റനിങ് ഒക്കെയാണ്. ഹൈ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദി ഇയർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവർ വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. ഹൈ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ. ഓക്കെ, ഞാൻ കഴിച്ചത്. ഓക്കെ ഗൈസ്, dense evergreen vegetation consists of big trees, climbers, thick underground moss, vanda and so on. പിന്നെ ഡൈവേഴ്സ് ഫീന. പിന്നെ ഈ സൗത്ത് അമേരിക്ക ബേസിൻ സംഗമ ബ്രോഡ് ട്രൈബ്സ്, ഈ പിക്നീസ് ഉള്ളത് പൈസൻ സൗത്ത് പിക്നീസ് അവരുള്ളത് മലേഷ്യ, കുബൂസ് എന്ന് പറയുന്നത് കുബൂസ് അല്ല, കുബൂസ് ആൻഡ് ഡയാക്കാസ് ഓഫ് ഇന്തോനേഷ്യ. പിന്നെ ആർ ഓൾസോ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ലൈക്ക് ദി പൈസക്സ്. പിന്നെ ഈ അവരെ പറഞ്ഞല്ലോ ഹൈ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദി ഇയർ, പിന്നെ ഡെയിലി ആഫ്റ്റർനൂൺ ഷവർ അങ്ങനെ പറഞ്ഞല്ലോ. അപ്പോൾ 10 ഡിഗ്രി സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ, 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തും. ഇതിൻ്റെ ഇടയിലാണ് ഈ തുന്ദ്ര റീജിയൻ. ഇതിന് തുന്ദ്ര റീജിയൻ എന്നാണ് പറയാം. അപ്പോൾ 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തിൻ്റെ ഇടയിലും ഇതൊക്കെ ആയിട്ടാണ് തുന്ദ്ര റീജിയൻ ഉള്ളത്. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അതിന് തുന്ദ്ര റീജിയൻ എന്ന് പറഞ്ഞു. പിന്നെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. പിന്നെ അവിടുത്തെ ട്രീസ് ലൈക്ക് മഹാഗണി, എബണി, റോസ്വുഡ് എക്സെട്ര. വീഡിയോ ഭയങ്കര ലെങ്ത് ഉണ്ടാവില്ലേ, അത് കളയാം നമുക്ക്. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ അവിടുത്തെ എനിമൽസ് ആണ് ലീമർ തോന്നുന്നു, അറിയില്ല, സ്നേക്ക്, ഹോൺബിൽ പാരറ്റ്, എയ്പ്പ് ഓർഗുട്ടൻ, പിന്നെ പറഞ്ഞു എത്ര ഉള്ളൂ.
പിന്നെ കുറച്ചും കൂടി ഞാൻ പറഞ്ഞത് നിർത്തുകയാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഞാൻ പഠിക്കാൻ പോവാണ്. ഇതിപ്പോൾ 13 മിനിറ്റ് 15 മിനിറ്റ് ഒരു മിനിറ്റ് കൂടെ നിങ്ങൾ എഴുതി കേസ്. All places in equatorial climatic region are not forest land. In some places like Brazil, Malaysia and Indonesia, which falls on climatic region, agriculture, mining and industry activities are effectively practiced. These places have been transformed into big cities. ഇത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ബ്രസീലും മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെ കൊടുക്കാൻ അവിടെ അഗ്രികൾച്ചർ ഉണ്ടാവും, മൈനിങ് ഉണ്ടാവും. അഗ്രികൾച്ചർ കൃഷി, മൈനിങ് ഇങ്ങനെ സ്വർണ്ണ KGF അങ്ങനെ ഇൻഡസ്ട്രി ആക്ടിവിറ്റീസ് ആർ എഫക്റ്റഡ് ബീയിങ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ബിഗ് സിറ്റീസിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇതൊക്കെ. പിന്നെ ഡ്രൈ സാൻഡി സ്ട്രക്ചർ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാനത് പോയി പഠിക്കട്ടെ കറക്റ്റ് 15 മിനിറ്റ് നിർത്തണം. സൈക്കിൾ പോയി പഠിച്ചിട്ട് വരാമോ? അപ്പോൾ ഗൈസ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചേക്കാണ്. ഇങ്ങനെ തേങ്ങ വെറുതെ നെയ്യിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വാട്ടിയിട്ട് വെറുതെ വറുത്ത് വെച്ചേക്കാണ്. പിന്നെ ഒരു ചീഞ്ചട്ടി വെച്ചു. ഇവിടെ എള്ളുണ്ട്, നാളികേര കൊത്തുണ്ട് കേട്ടോ. ഈ ചീഞ്ചട്ടിയിലാണ് തേങ്ങ വറുത്തത്. പിന്നെ ഇത് ശർക്കര ഇങ്ങനെ അലിയിച്ചെടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു തരാണ്. പിന്നെ അതിലേക്ക് നമ്മൾ മൈദ ഇട്ടു കേട്ടോ. മൈദയാണ് തേങ്ങയിൽ നേരത്തെ നമ്മൾ വെച്ച തേങ്ങയില്ലേ, ആ തേങ്ങയിൽ മൈദ ഇട്ടു. പിന്നെ 2 ഇതായിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2 കവറിലായിരുന്നു. അപ്പോൾ 2 കവറിലും മൈദ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഋഷിക എന്തോ പറയുന്നുണ്ട്. കുളിച്ച് വന്നിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട് വന്നു കേട്ടോ. നിറച്ച എണ്ണയായിരുന്നു മുഖത്തൊക്കെ. അപ്പോൾ ഇന്ന് 14/12/2024 കേട്ടോ ദിവസം. നാളെയാണ് പൂരം. അപ്പോൾ ഇത് റവയാണ് കേട്ടോ. ഉണ്ണിയപ്പത്തിൽ വേണ്ടതാണ് റവ. ഇതാണ് എൻ്റെ അമ്മാമ്മ, വല്യമ്മാമ്മ, എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ. പിന്നെ റവ ഇട്ടു. മൈദയും റവയും നാളികേരമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ജോസഫിൻ്റെ വീടാട്ടോ, അപ്പുറത്തെ വീടാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുഖമൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തോ പറയുന്നുണ്ടായിരുന്നിട്ട് അത് റെഡി ആവാൻ കുറച്ച് നേരം പിടിക്കും എന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ ഇത് ശർക്കര മൊത്തം അലിഞ്ഞ് വന്നു കേട്ടോ. എല്ലാം നന്നായിട്ട് അലിഞ്ഞ് വന്നു. അപ്പോൾ നേരത്തെ മൈദയും റവയും അതൊക്കെ ഇട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ശർക്കര ഒഴിക്കണം. അപ്പോൾ ഈ ഞങ്ങൾ തേങ്ങാക്കൊത്തും എള്ളും വറുത്തെടുത്തു. അപ്പോൾ ഋഷിക്ക് എന്താ അരിയൊക്കെ തിന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, അരി എന്തോ കണ്ട് തിന്നു. ഇപ്പോൾ ശർക്കര ഓഫ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ശർക്കര ഒഴിക്കണം. അപ്പം അതിന് മുമ്പ് നമ്മൾ ഇത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒഴിക്കണതിന് മുമ്പ് നാളികേരം കൊത്തും എള്ളും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വറക്കാറുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഉണ്ണിയപ്പാണ് അവിടെ ഉണ്ടാക്കണേ. അമ്മാമ്മയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഇവിടെ ഞാനുണ്ട്, അമ്മയുണ്ട്, ഉണ്ണിയുണ്ട്, അമ്മാമ്മയുടെ ചേച്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ഗൈസ് കിടിലൻ ഉടുപ്പ് കിട്ടി. ഫോട്ടോ ഞാൻ പറ്റാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് പ്രോസസ്സ് ഉണ്ണിയപ്പം ഉണ്ടാക്കൽ കാണിച്ചു തരാം. ഗൈസ് ഇതായിരുന്നു കിട്ടിയ ഉടുപ്പ്. ഇതാണ് ഞാൻ ക്രിസ്മസ് സെലിബ്രേഷൻ ഇട്ട്. പിന്നെ അത് വെച്ചു. പിന്നെ 2-3 വെച്ചു. പിന്നെ കുറേ 5 മിനിറ്റ് വെച്ചില്ലേ, അതും ഇതിൽ മാത്രമേ വെച്ചേ. അപ്പോൾ വേറെ രീതിയിൽ മാറ്റി എനിക്ക് പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് അത് മിക്സിയിലിട്ട് അടിക്കുകയാണ് കേട്ടോ ഉണ്ണിയപ്പം. എന്താ ഇങ്ങനെ കിടന്ന് അടിച്ചിട്ട് അത് കട്ടില്ലാത്ത രീതിയിലാക്കണം. അങ്ങനെ ചെയ്യാണ് ഉണ്ണിയപ്പം. ഇത് കുറച്ച് നേരം കുതിരണം. ഗൈസ് ഇത്ര നേരം TV കാണാമായിരുന്നു. ഫുഡ് കഴിച്ചിട്ടുള്ളത് 4 ഗൈസ് 2 ലാപ്ടോപ്പ് പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഗൈസ് നാളെ പഠിക്കാൻ ചെയ്യുന്നത് മാമൻ ഞാൻ എത്താറായിന്നാണ് ഇൻഫോർമേഷൻ കിട്ടിയത്. രാവിലെ കണ്ട പോലെ എല്ലാവർക്കും പിന്നെ അത് വെച്ചു. പിന്നെ 2-3 വെച്ചു. പിന്നെ കുറേ 5 മിനിറ്റ് വെച്ചില്ലേ, അതും ഇതിൽ മാത്രമേ വെച്ചേ. അപ്പോൾ വേറെ രീതിയിൽ മാറ്റി എനിക്ക് പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ് അത് മിക്സിയിലിട്ട് അടിക്കുകയാണ് കേട്ടോ ഉണ്ണിയപ്പം. എന്താ ഇങ്ങനെ കിടന്ന് അടിച്ചിട്ട് അത് കട്ടില്ലാത്ത രീതിയിലാക്കണം. അങ്ങനെ ചെയ്യാണ് ഉണ്ണിയപ്പം. ഇത് കുറച്ച് നേരം കുതിരണം. ഗൈസ് ഇത്ര നേരം TV കാണാമായിരുന്നു. ഫുഡ് കഴിച്ചിട്ടുള്ളത് 4 ഗൈസ് 2 ലാപ്ടോപ്പ് പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഗൈസ് നാളെ പഠിക്കാൻ ചെയ്യുന്നത് മാമൻ ഞാൻ എത്താറായിന്നാണ് ഇൻഫോർമേഷൻ കിട്ടിയത്. രാവിലെ കണ്ട പോലെ എല്ലാവർക്കും. അപ്പോൾ ഗൈസ് മാമൻ ആൻറ്റിയും. അപ്പോൾ ഗൈസ് അവർ വരുമ്പോൾ കാണാമെന്നല്ല, ആൻറ്റി വന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. എനിക്ക് വയ്യാത്ത പോലെ ഗൈസ്. അവിടെ ഋഷിക കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് എന്തെങ്കിലും ലോൺ ആയിരിക്കും. ഞങ്ങൾ പൂജ കേട്ടോ. ചേർത്ത് 9 കുത്തി വെക്കണം ഫോൺ. അപ്പോൾ ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ ഞങ്ങൾ പൂജയാണ്. ഗൈസ് ഞാൻ ഒരു സംഭവം കാണിച്ചാൽ നിങ്ങൾ ഞെട്ടും. എനിക്ക് കാണിച്ചാൽ ഒരു മിനിറ്റ് എന്തെങ്കിലും സംസാരിക്കണം. ഞങ്ങൾ കട്ടി നമുക്ക് ചെക്കല്ല. വീഡിയോ സ്റ്റോറേജ് കൂടും കുറേ വീഡിയോ എടുത്തേക്കും. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ ചെയ്യുന്ന എന്തെങ്കിലും ഇങ്ങനെ രാമനിലയം
ഇനി ഞാൻ ബാക്കാൻ വെച്ച് കാണിക്കാം. ഞാൻ വീടും ഗേറ്റും വീടിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റില്ല. മാമ വന്നിട്ട് ക്ലീൻ ആക്കുമായിരിക്കും. അമ്മയും മാമനും ഞാനും അതിൻ്റെ കൂടി ക്ലീൻ ആക്കുമായിരിക്കും. അറിയില്ല. അപ്പോൾ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂർ കാണിക്കാം. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി മാമൻ അനി പുതുക്കാട് എത്തിയിട്ട് വരുന്നില്ല. ഇനി പോയി കുത്തി വെക്കണം. വീട്ടിൽ പോയില്ല. ഗേസ് പോയിട്ട് ഫോൺ കുത്തി വെക്കണം. അവർ വരുവാണ്. അപ്പോൾ ഗൈസ് ഇത് വേറെ 2 ആനകളുടെ ഇതുമ്മ വെക്കണതാണ്, ഇവിടെ വെക്കുന്നതാണ്. അപ്പോൾ തിടമ്പ് വേറെയാണ് കേട്ടോ. തിടമ്പ് ഞങ്ങളുടെ ആനയ്ക്കായിരുന്നു കിട്ടേണ്ടത്, പക്ഷേ ആ തിടമ്പ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതിൻ്റെ കാരണമൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ വീഡിയോ നിങ്ങൾ കാണണം. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തോ ഒരു മന്ത്രം, ആ മന്ത്രം ചൊല്ലായിരുന്നു കേട്ടോ. ഹായ് പറയൂ. ഹായ് നമ്മൾ ഡിജെക്ക് പോവാൻ ബാൻഡ് സെറ്റ്. ഗൈസ് നമ്മൾ പോവാണ് ഗൈസ്. അമ്മ വരണ്ട. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. അപ്പോൾ ഗൈസ് ഉണ്ണിയപ്പം ഇതാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ, എന്തോ കുറച്ച് നേരം ഇത് പുളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഇതിങ്ങനെ വറക്കായിരുന്നു കേട്ടോ. എന്നിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണ് ആന വരാറുന്നത് അതൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൈ ബൈ.